എല്ലാവർക്കും നമസ്കാരം. പ്രമ്യാസ് ഫുഡ് മെസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഡ്രിങ്കാണ്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ദഹന പ്രശ്നമുള്ളവർക്കും ഒക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണിത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ 1 ടീസ്പൂൺ അയമോദകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെരിഞ്ജീരകം. പിന്നെ ഒരു പിഞ്ച് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 പീസ് മതിയാകും. ഇനി 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. 1.5 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് കുറുകി 1 ഗ്ലാസ് ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ചേർത്തിട്ടുള്ള അയമോദകവും പെരുംജീരകവും ചെറിയ ജീരകവും ഗ്രാമ്പും ഒക്കെ നമ്മുടെ ഡയജഷന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും പ്രഷർ മാനേജ് ചെയ്യാനും ഷുഗറിനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഇത് നമ്മുടെ ലിവറിനും എല്ലിനും ഒക്കെ നല്ലതാണ്. സ്കിന്നിനും കണ്ണിനും ഒക്കെ A to Z നമ്മുടെ ബോഡിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഡ്രിങ്കാണിത്. ഇത് ഭക്ഷണശേഷം കുടിക്കുവാണെങ്കിൽ ദഹന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് നിങ്ങൾക്ക് കുടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂണ് തേനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3-4 ഡ്രോപ്പ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നേരത്തെ തയ്യാറാക്കി കുറുക്കി എടുത്തിട്ടുള്ള ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് ഭക്ഷണശേഷം കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഭക്ഷണം ദഹിച്ചാൽ നല്ല ഒരു റിലീഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഡെയിലി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കുടിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇതിൻ്റെ ചേഞ്ചസ്. ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Please like, share and subscribe. Thank you.